സിവിൽ സർവീസ് പരീക്ഷയിലെ വിജയികളെ അനുമോദിച്ചു. ഭരണഘടനാ മൂല്യങ്ങളും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടു പോകണമെന്ന് വിജയികളോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മികവിന്റെയും മനുഷ്യത്വത്തിന്റെയും മികച്ച ഉദ്യോഗസ്ഥ സംസ്കാരം കെട്ടിപ്പടുക്കാൻ വിജയികൾക്ക് സാധിക്കട്ടെയെന്നും മുഖ്യമന്ത്രി ആശംസിച്ചു. സംസ്ഥാന സിവിൽ സർവീസ് അക്കാദമിയിൽ പരിശീലനം നേടിയ 43 പേരാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയിരിക്കുന്നത്. 2 പേർ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പരീക്ഷയിലും ഉന്നത വിജയം കരസ്ഥമാക്കി. രാജ്യത്തെ ഉന്നതമായ മത്സര പരീക്ഷകളിൽ കേരളീയർ മികച്ച വിജയം കരസ്ഥമാക്കുന്നത് ഏറെ അഭിമാനകരമാണെന്നും ഭരണഘടനാ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടാവണം ഭരണനിർവഹണം നടത്തേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉദ്യോഗസ്ഥ മേഖലയിൽ മാറേണ്ടതായ കാര്യങ്ങൾ പലതും ഇപ്പോഴുമുണ്ട്. ശരിയെന്ന് കരുതുന്ന തെറ്റായ മനോഭാവങ്ങൾ, പിന്തുടർന്നു പോരുന്ന കാലഘട്ടപ്പെട്ട ശീലങ്ങൾ, ഒഴിവാക്കേണ്ട മുൻവിധികൾ, ഇവയൊക്കെ ഇല്ലാതാക്കി ജനസേവനത്തിന് അനുയോജ്യമായ സമീപനങ്ങളും മൂല്യങ്ങളും മനോഭാവങ്ങളും സ്വായത്തമാക്കാൻ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ എന്ന കാഴ്ചപ്പാട് പൂർണ്ണമായും ഉൾക്കൊള്ളേണ്ടതുണ്ട്. അഭിമുഖ പരീക്ഷയ്ക്ക് യോഗ്യത നേടുന്നവർക്ക് ഡൽഹിയിലേക്കുള്ള വിമാന ടിക്കറ്റും താമസ സൗകര്യവും ലഭ്യമാക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. സംസ്ഥാന സിവിൽ സർവീസ് അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ ചീഫ് സെക്രട്ടറി എ ജയതിലക്, DGP റവാഡ ചന്ദ്രശേഖർ തുടങ്ങിയവരും പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.